അതന്നെ ഈ വീഡിയോന് ഒരു 500 ലൈക്ക് അല്ലെങ്കിൽ 1000 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കൺകെട്ടാണെന്നൊക്കെ ചെയ്യാൻ പറഞ്ഞു. അമ്മമാരൊക്കെ ഇട്ട് വരാൻ നേരത്ത് ഒരു കിച്ചണിലാണെന്ന് അവർക്ക് സമാധാനമുണ്ട്. എല്ലാവർക്കും ഓരോ സാധനം വെച്ച് വാങ്ങിച്ച് വിശപ്പൊന്നുമില്ല. പക്ഷെ ബിരിയാണി ഉണ്ട നമ്മൾ മലയാളികൾ ആരാകും. ഇതിന്റെ പണിയിട്ട് ഇവിടെ എന്തോരം കിലോമീറ്റേഴ്സ് ഉണ്ട്. അതെ ഞാൻ മുടി പോലും ജീവണ്ട് ഉറക്കത്തിൽ എന്താ ജോന് ഒട്ടും പറ്റുന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ആഫ്റ്റർനൂൺ സെഷൻ എന്തായാലും കഴിഞ്ഞു. നമ്മുടെ ലഞ്ച് വരെ കഴിഞ്ഞു. ഇതുവരെ നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു. ഹായ് പറ. ഹായ് ഗൈസ് പറ. അംഗൻവാടി പോവാത്ത കാര്യം പറ. എന്താണ് അംഗൻവാടി ഇല്ല, അതുകൊണ്ട് പോവാൻ ചെയ്യൂല്ലേ? ഓക്കെ, ബാക്കി എല്ലാ ദിവസവും പോകും. അപ്പൊ ഗൈസ് സൈനു പേടിയായിരുന്നു റെഡി ആവണ വരെ. സൈന എങ്ങാനും അംഗൻവാടി കൊണ്ട് ആക്കുമെന്ന്. പക്ഷെ സൈന പേടിയൊന്നുമില്ല. മനസ്സിലായ സൈനു നമ്മൾ പോണത് വേറെ എങ്ങോട്ടാണെന്ന്. അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനൊരു കാരണമുണ്ട് ഗൈസ്. ബിക്കോസ് ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ ചെയ്യാ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മാരേജിന് മുമ്പൊക്കെ നമ്മളിങ്ങനെ എല്ലായിടത്തും 1 ഡേ ട്രിപ്പ് 2 ഡേ ട്രിപ്പ് ഒക്കെ നമ്മൾ പോകുമായിരുന്നു. ഞാനും സെറയും വന്നിട്ട് നമ്മൾ 2 പേരുമായിട്ട് ഇതുവരെയായിട്ട് ഒരു ലോങ് ട്രാവൽ പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ലോങ് ട്രാവൽ പോകണല്ല. അതിന് വേണ്ടിയിട്ട് നാളെ നമ്മൾ പോവുകയാണ്. മോർണിംഗ് 3 o'clock പോകും. ഉള്ളിൽ പോയിട്ട് കുറച്ച് പർച്ചേസിട്ട് അതിനുശേഷം നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് വീട്ടിലുള്ള ആൾക്കാരൊക്കെ പെറുക്കിയെടുത്ത് അവരൊക്കെ ഇന്ന് 2 ദിവസത്തേക്ക് ഇവിടെ സ്റ്റേ ആണ്. ആൻഡ് ദെൻ നമ്മൾ നാളെ മോർണിംഗ് ഊട്ടിക്ക് പോകും. ഗൈസ് അപ്പൊ നമ്മള് ലുലു മാൾ എന്നുള്ളത് ഒരു ഓപ്ഷൻ മാറ്റി നമ്മൾ ഫോറം മോളിലോട്ടാക്കി. വേറെങ്ങളല്ല 2 ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ വരെ എന്തായാലും സാറ്റർഡേ ഇവിടെ നല്ല തിരക്കായിരിക്കും. സോ നമ്മൾ ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര അട്രാക്ഷൻ, ഭയങ്കര വിലക്കുറവ്. എന്തോ ഭാഗ്യത്തിനകത്തിരിക്കുന്നുണ്ട്. സാധാരണ ഇരിക്കാത്തതാണ്. നമ്മളപ്പോൾ കുഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ ആയിക്കൊണ്ടിരിക്കണം. ഏകദേശം കഴിയാറായി. ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കണല്ലോ. ജോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്ത് വേണം എന്നുള്ളത്. തക്കാളിക്ക് ചെം പറഞ്ഞ അറിവില് ഞങ്ങളുടെ അവിടെ 30 രൂപയായിരുന്നു. അരക്കിലോ 30 രൂപ. അര കിലോ തക്കാളിക്ക് 30 രൂപയാണ് ഇന്നലെ മേടിച്ചതിന്. അല്ല ഇന്നലെ ഈ ചെം മേടിച്ചപ്പോ. സോ ഇവിടെ 19 രൂപയുള്ളൂ. അതാണ് ഞങ്ങള് 1 കിലോന്. സോ ഞങ്ങളത് രണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മള് നമ്മൾ നോക്കിയപ്പോ കുക്കുംബർ ഈ മോര് ചവറൊക്കെ ഉണ്ടാക്കുന്ന സാധനമുള്ളൂ. അപ്പൊ അതും കൂടെ മേടിക്കും. അതിനും 19 രൂപയാണ്. ഇതിന് വില കുറവാണെന്ന് അറിയാൻ മേടിച്ചു. ഇവിടെ എന്ത് ചെയ്യുക? ചോക്ലേറ്റ് കഴിക്കുക. സാരമോട് ചോക്ലേറ്റ് കഴിക്കുക. ചാനയെ പറ്റിയത് ഞാനും സൈയും ഫെയറയും കൂടി ഇവിടെ ഇരിക്കണേണ് ഗൈസ്. സൈക്കുട്ട അപ്പ എവിടെ പോയടാ? അപ്പൊ വണ്ടി എടുക്കാൻ പോയല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ അല്ലേ? ഓക്കെ. സേര ചോക്ലേറ്റ് കഴിക്കുകയാണെന്നാ പറഞ്ഞത് ഗൈസ്. ആൻഡ് ദെൻ നമ്മൾ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാ അതിന് അടുത്ത പ്ലാൻ എന്നാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഫാസ്റ്റായിട്ട് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇന്ന് ഷോപ്പ് ചെയ്തത്. ബിക്കോസ് സാധനങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റോക്കാണ്. അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ മേടിച്ചത്. കാരണം നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യണം. 2 days ആയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാവില്ലല്ലോ ഇവിടെ. അപ്പോൾ സോ പിന്നെ വീട്ടിൽ നിന്ന് എന്നോട് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. നമ്മള് 3 മണിക്ക് ഇറങ്ങുന്ന പ്ലാൻ ചെറുതായിട്ട് പാളി. 3 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റ്. പിന്നെ സേറ എഴുന്നേറ്റ്. ഞങ്ങളിപ്പോൾ ജോന് വയ്യ. ഞങ്ങളിപ്പോൾ മണി 5:15 5 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം കലൂര് മുത്തിയിട്ട് നമ്മൾ നേരെ പോകണേ ഗൈസ്. ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായില്ല ഇന്ന് ഇറങ്ങാൻ പറ്റുന്നത്. വേറെ അല്ലേ നമ്മളിപ്പോൾ നിയർ പാലക്കാട് കറക്റ്റ് 100 കിലോമീറ്റർ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കറക്റ്റ് 100 കിലോമീറ്റർ ആയിട്ടുണ്ട്. മണി ഇപ്പം 6:30 ആയിട്ടുണ്ട്. എപ്പോൾ എത്തിച്ചാ? 11 മണിക്ക് മുമ്പായിട്ട്. ആണോ? അപ്പൊ പക്ഷെ ചേട്ടൻ സംസാരിക്കണല്ലോ വണ്ടി ഓടിക്കുമ്പോ ഞാൻ സംസാരിച്ചോണ്ടിരിക്കാം. അല്ല പിന്നെ എന്താ അറിയോ, ഞാൻ വിചാരിച്ചറിയോ ബ്ലോക്കിന് മുമ്പ് വെയിലിന് മുമ്പ് അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് ദേഷ്യം എനിക്കൊന്നും കേൾക്കൂല. ആ ഹെൽമെറ്റ് ഭയങ്കര അടഞ്ഞിരിക്കണ ഹെൽമെറ്റ് ആവുന്നത്. ജോ ആണെങ്കിൽ ഇടക്കിടക്കാൻ ചോദിക്കും എത്തിയാ അതാണ് എനിക്ക് തണുക്കാണ്. ജോ പറഞ്ഞോ, നിനക്ക് കണ്ടിട്ട് പ്രാന്തിച്ചിട്ട് വെക്കണ്ടത്. അതെ, ഞാൻ മുടി പോലും ജീവണ്ട് ഉറക്കത്തിൽ
രാവിലത്തെ ഞങ്ങളുടെ അവിടുത്തെ പരാക്രമം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇന്ന് തൊട്ട് ക്യാൻസൽ ചെയ്തെന്ന് വിചാരിച്ചു. കാരണം എന്തുകൊണ്ടാണ് 2 മക്കളിൽ നിന്ന് 3 മണിയായപ്പോൾ എണീറ്റ് കേസ്. നോ പ്രോബ്ലം, ഞങ്ങൾ വീട്ടുകാർക്ക് കൊടുത്തിട്ട് നൈസായിട്ട് ഞങ്ങൾ സ്കൂട്ടായിട്ടുണ്ട് കേസ്. അത് ഇന്നത്തെ രാത്രി എന്ന് പറയണത് അവർക്ക് ഹൊറിബിൾ നൈറ്റ് ആയിരിക്കും, ഞങ്ങൾക്ക് ഇന്ന് വണ്ടർഫുൾ നൈറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആഫ്റ്റർ ലോങ് എങ്ങനെയുണ്ട് ചായ? ഭയങ്കര കടുപ്പായി. നല്ലതാ, ഉറക്കം വരില്ല. ഓ പാസിലെ പക്ഷെ ഒരു കാര്യമുണ്ട്, കടുപ്പുള്ള ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ തൂറാനും കൊണ്ടു. അതേന്നാ നീ എന്താ ചെയ്യാറല്ലേ? ഞാൻ ഒരു വട്ടം വരെയുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ എനിക്ക് ജോലി ചെയ്യുന്നത് എന്റെ നാട്ടുകാർ അറിയിക്കണം. അപ്പൊ നമ്മളിപ്പോ കോയമ്പത്തൂർ എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചത് 2 ഉറങ്ങണേന്നാ. ചുണ്ട് മൊത്തം പൊട്ടി പണ്ടാറ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്തോരം കിലോമീറ്റേഴ്സ് ഉണ്ട്? 100 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ എത്തി. ഊട്ടി എക്സാക്ട് ഊട്ടിയാണോ അല്ലെങ്കിൽ ബോർഡറാ? ഊട്ടിന്ന് ഒരു 5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് റോഡാണ് വെച്ച് ഇങ്ങനെ പോരായിരുന്നു. കോയമ്പത്തൂർ എത്തി പറഞ്ഞിട്ടില്ല. ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു. ട്രാവൽ അന്നത്തെ പോലെയല്ല മിസ്റ്റായത്. എന്താണെന്ന് എനിക്ക് തന്നെ വയ്യാത്തോണ്ടാന്ന് തോന്നുന്നു. തൊണ്ടവേദനയുണ്ട് എനിക്കൊരു. പിന്നെ ഗൈസ് എനിക്കൊരു 8ന്റെ പണി കിട്ടി ഗൈസ്. അതൊരു 1.5 പണിയാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് വന്നൊരു പണിയാണല്ലേ ചെയ്യാം. വേറൊന്നുമല്ല, എനിക്കിവിടെ വിസ്റ്റം ടൂത്ത് വന്നിട്ടുണ്ട്. ഈ പല്ലി കമ്പിയിട്ട് ഞാനൊരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ക്ലിനിക്കിന്റെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. പല്ലില് കമ്പിയിട്ടിട്ടുണ്ടായിരുന്നു. പല്ലി കമ്പിയിട്ടൊക്കെ പോയി. കാരണം ഞാൻ നേരത്തെ തന്നെ റിമൂവ് ചെയ്ത് മാരേജൊക്കെ വന്നപ്പോൾ പിന്നെ അവരായിട്ട് പറഞ്ഞു ഊരിക്കോളാനൊക്കെ. അതായത് ഒരു അടുക്കും ചിട്ടില്ലാത്തൊരു ക്ലിനിക്കായിരുന്നു. അവിടെ പോയി അത്യാവശ്യം അവിടെ എൻ്റെ സിസ്റ്റർ അവിടെ തന്നെയാണ്. അവർക്ക് ഈ സെയിം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അങ്ങനെ വരുമ്പോൾ പല്ലിന് ഗ്യാപ്പ് ഇല്ലാണ്ട് വരുമ്പോൾ നമ്മുടെ വിസ്റ്റം ടൂത്ത് അത് കറക്റ്റ് രീതിയിൽ വരില്ല. ചരിഞ്ഞും ഇതൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വേദന എടുത്ത് പഴുത്ത് പണ്ടാരം തുടങ്ങി ലാസ്റ്റ് മനസ്സ് സീനാകും. സോ അവിടെ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സർജറി ആണ് അല്ലേ ചെയ്യാ? പല്ല് ഇങ്ങനെ പ്ലെയർ ഒക്കെ വെച്ചിട്ടല്ലേ ഇങ്ങനെ അങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ല ആ ടൂത്ത് ആയതുകൊണ്ട്. സോ ഇനി വെനസ്ഡേ നമ്മുടെ അടുത്ത് എക്സ്റേ ഒക്കെ എടുത്ത് വരാൻ പറയുകയാണ്. എൻ്റെ 2 വിസ്റ്റം ടൂത്തും നല്ല അടിപൊളിയായിട്ട് സീനാക്കി. പക്ഷേ എനിക്ക് പെയിനാണ് ഇവിടെ രണ്ടും. അപ്പോൾ ആ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ ടെൻഷനും കൂടെ ഉണ്ട്. സിസ്റ്ററിൻ്റെ 4 വിസ്റ്റം ടൂത്താണ്. അത് ക്ലിനിക്കൽ സർജറി ആയിരുന്നല്ലേ അല്ലേ? ജനറൽ അനസ്തേഷ്യൊക്കെ എടുത്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടാണ് അത് ചെയ്തത്. സോ അവളുടെ എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞെന്ന് ഇങ്ങോട്ട് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ കേസ്. അപ്പോൾ അതിൻ്റെ ടെൻഷനിലേക്കാണ് ഇരിക്കുന്നത്. സോ പിന്നെ അതിൻ്റെ ഒരു സൂപ്പർ മസാജ് വട ഒരു വടയില്ല. വടയെന്ന് തുടങ്ങാം നമുക്ക്. നല്ല സൂപ്പർ വട. ഈ പ്ലേറ്റ് നല്ല രസമാണ് അല്ലേ? അപ്പം ഞാൻ അതിൻ്റെ ഒരു സർജറി കൂടെ ഉണ്ട്. പോയിട്ട് വന്നിട്ട് ആഘോഷമാണ് എനിക്ക്. നല്ല പെയിനായിരിക്കും എന്നല്ല സിസ്റ്റർ പറഞ്ഞത്. ഊട്ടി എത്തിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല ജോ. ഈ കുരങ്ങന്മാരെ കണ്ടിട്ട് ജോന് പേടിയാണ് ഗൈസ്. ഇപ്പൊ പുറകിലിരിക്കണ ഈ കുരങ്ങനെ കണ്ടിട്ട് ഇത്രയും ദൂരം നിൽക്കണ കുരങ്ങനെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കുരങ്ങിച്ച് പേടിച്ചിരിക്കണാണ്. നമ്മൾ എത്താറായിട്ടുണ്ട് ഗൈസ്. ഹെൽമെറ്റ് എന്തിനാണ് കുരങ്ങൊന്നും ചെയ്യാണ്ടിരിക്കാനല്ലേ? ഊട്ടില് ജോ കാലുറച്ച് കുത്തി. ഇത്ര നേരം കുരങ്ങന്മാരെ പേടിച്ചിരിക്കണായിരുന്നു. നല്ല വണ്ടി നമ്മൾ 2 വീലർ ആയതുകൊണ്ട് ബാക്കൊക്കെ ഇവിടെ നല്ല യൂക്കാലിപ്സിന്റെ സ്മെല്ല്. ഫുൾ ആ മരങ്ങളാണ്. നമ്മൾ എത്തി 21 കിലോമീറ്ററും കൂടെ അല്ലേ നമ്മുടെ ഊട്ടി ആയി. ഐ തിങ്ക് ഞങ്ങൾ ഫാസ്റ്റായിട്ട് എത്തിന്ന് തോന്നുന്നില്ല. വീട്ടിലെ അവസ്ഥ എന്താണെന്നില്ല. എണീറ്റിട്ടുണ്ടാന്ന് അറിയാൻ പാടില്ല. റേഞ്ച് ഇല്ല. വിളിച്ചു നോക്കിയപ്പോ ഒന്ന് വിളിച്ചു നോക്കിട്ട്
ലൊക്കേഷൻ എത്താൻ ഇന്ന് വെറും 2 കിലോമീറ്റർ. 1 കിലോമീറ്റർ. ആ ഒരു 2 കിലോമീറ്റർ താഴെ. ഈ സ്ഥലം ഒന്ന് കാണിച്ചാലേ ഗൈസ്. ഇതിലൊക്കെ വെറുതെയാണ്. അതെ, തണുത്തിട്ട് നമ്മ ചോദ്യം കട്ട വെയിലാണെന്ന് ഒതുങ്ങിക്കോ. വണ്ടിയില് വരാൻ നേരത്തെ കുത്തിക്കൊള്ളുണ്ട് തണുത്തിട്ട്. നീ ആ ഗ്ലാസ് ഒന്ന് മാറ്റോ. ഓക്കെ ഗൈസ്, തണുത്തിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ട്. ഗ്ലാസ് ഇട്ട് തണുപ്പ് ഇങ്ങനെ കുത്തിക്കൊള്ളുന്നു, അതുകൊണ്ടാണ്. ആൻഡ് അപ്പൊ നമ്മള് നിന്നിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത്. ആക്ച്വലി ഇങ്ങനെ ഇരുന്ന ഈ ഒരു ഭംഗി കാണാൻ പറ്റില്ല, എന്നെ കാണാൻ പറ്റില്ലെന്നറിയാൻ പാടില്ല. നമ്മൾ ലൊക്കേഷൻ എത്തി. ആഷ്ലി, ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടു ഇവിടുത്തെ ഒരു വ്യൂ. അതായത് കയറിയിട്ടില്ല ഞങ്ങള്, ഈ സമയത്തുള്ള വ്യൂ ആണ്. ഇച്ചായന്തേ ഞങ്ങളുടെ ബാഗ് അഴിച്ചോണ്ടിരിക്കുകയാണ്. ഇച്ചായ, ഹൗസ് എക്സ്പീരിയൻസ് ഫ്രം കൊച്ചി ടു ഊട്ടി? ആരും പിള്ളേരില്ലല്ലോ. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ചുറ്റിനും ഇങ്ങനെ ആകാശവും ഇങ്ങനെ പരന്ന് കിടക്കുവാണ് ഇങ്ങനെ ഭൂമി. ഇവിടെ വന്നപ്പോഴാണ് ഭൂമി ഉരുണ്ടതല്ലെന്ന് എനിക്ക് തോന്നിയത്, അല്ലേ ചേ? സോ നമുക്ക് അപ്പാർട്ട്മെന്റിലേക്ക് പോവാം. ഗൈസ്, എനിക്കല്ല, ഇച്ചായന്. നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ വെറുതെ വീട്ടിൽ സമയം കളയാണല്ലോ, റൂമിൽ കയറി പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് വണ്ടി ഇഷ്ടം. ഞങ്ങൾ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ ഇനി ഇവിടെ നിങ്ങൾ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് വരാം. ലഞ്ച് കഴിച്ചു വന്നാൽ പിന്നെ റൂമിൽ കയറി ഫ്രഷ് ചെയ്താ കിടന്നുറങ്ങാം. വിശപ്പൊന്നുമില്ല, പക്ഷെ ബിരിയാണി ഉണ്ടാ നമ്മൾ മലയാളികൾ ആരാകും. ഇത് നമ്മുടെ അവിടെ കാണാത്ത സാധനം കാണിച്ചു തരാം. കാശ്മീർ കേട്ടാ, നല്ല ബിരിയാണി ആണെന്ന്. ഞങ്ങളവിടുത്തെ ബിരിയാണിയിൽ പ്രത്യേകത വെച്ചാൽ നമ്മുടെ കൊച്ചിയിൽ കിട്ടണം പീസ് കുറേ ഉണ്ടാവും, റൈസ് വളരെ കുറച്ചുണ്ടാവുള്ളൂ. റൈസ് വെച്ച് ചിലപ്പോൾ തരൂല അല്ലേ, ബിരിയാണി റൈസ് തരൂല, ഇവിടെ പീസ് കുറച്ചുള്ളൂ. പക്ഷേ ബിരിയാണി സൂപ്പർ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്, വേറെ ലെവൽ. നമ്മുടെ കൊച്ചി കിട്ടില്ല ഇത്ര നല്ല ബിരിയാണി, ഷുവറോ നല്ല ബിരിയാണിയാണ്. പക്ഷേ പീസ് കുറവ് വേണം. പക്ഷേ പീസ് ഇങ്ങനെ നെയ്യൊക്കെ എന്ത് സാധനം തൊലിയൊക്കെ ചിക്കൻ, പക്ഷെ അതിൻ്റെ സ്കിൻ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ സാലഡ് ഇല്ലേ ബിരിയാണി കൊടുക്കണം. നമ്മളവിടുത്തെ സാലഡൊക്കെ നമ്മൾ കൂട്ടില്ല, ജസ്റ്റ് അവസാനം ജസ്റ്റ് ഞാനൊരു സാലഡ് കൂട്ടി വെച്ച് കഴിക്കണം. വേറെ ലെവൽ ഭയങ്കര ഇഷ്ടമായി, നല്ല പ്യുവർ തൈരാണ് തോന്നുന്നു. നമ്മൾ ആദ്യം ചിക്കൻ ബിരിയാണി പറഞ്ഞുള്ളൂ, ടേസ്റ്റും ഉണ്ട്. മട്ടൻ ബിരിയാണി കൊണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണിയിൽ 2 പീസ് ഉണ്ടായിരുന്നു, മട്ടൻ ബിരിയാണിയിൽ 1 പീസേ ഉണ്ടാവുന്നു തോന്നുന്നു. മട്ടൻ മുട്ടയിട്ട് ഗൈസ്, ബില്ലിന്റെ നമ്മുടെ കൊച്ചി തന്നെ ബെറ്റർ. 710 രൂപ. ഫാമിലിയായിട്ട് കഴിക്കണം. ഇവിടുത്തെ കോഴിമുട്ട സൂപ്പർ ജോലി ഇഷ്ടമായി. ആ മട്ടൻ ബിരിയാണി പറഞ്ഞോണ്ടാ കിട്ടും. അതെ, അല്ലെങ്കിൽ കോഴിമുട്ട. നമ്മള് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ചുമ്മാ റൂമിലോട്ട് പോകാൻ കഴിക്കാണ് ഈ കട കണ്ടത്. ഈ കടയിൽ എല്ലാം കിട്ടും, നല്ല രസമുണ്ട്. ജോര കണ്ണ് ഇവിടെ ഒന്നല്ല. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും പോയാൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. ജോ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സാധനം കുറവ്, പക്ഷെ ഞാൻ പൊതുവെ മേടിക്കുന്ന കുറവല്ലേ. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും മേടിച്ചിട്ടുണ്ടോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ കമ്മല് കണ്ടത്. അപ്പൊ നമുക്ക് കമ്മല് വാങ്ങിക്കാന്ന് വിചാരിച്ചു. ജോന് ആർക്കും മേടിച്ചു കൊടുക്കാൻ അറിയാൻ പാടില്ല, കൊറേ സാധനം ഉള്ളതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. ഇതെങ്ങനെയുണ്ട് മസാല ഐറ്റം എന്നാണെങ്കിൽ കുഴപ്പമില്ല, കുറെ ഐറ്റം ഉള്ളതുകൊണ്ട് ജോന് അറിയാൻ പാടില്ല എന്ത് മേടിച്ചു കൊടുക്കണം. ഞാൻ പക്ഷെ മേടിച്ചു കൊടുക്കും. ഇന്ന് മേടിക്കോ. കൃഷ്ണായിട്ട് ഇങ്ങനെയാണ് നമ്മൾ പിള്ളേർക്ക് എടുത്തിട്ടില്ല, ചേച്ചിക്ക് എടുത്തു, പിന്നെ ചിഞ്ചു ഷിരുവിന് എടുത്തു, പിന്നെ ജോ ഇപ്പോൾ പേഴ്സ് ഉണ്ട്. ഇപ്പോൾ പേഴ്സ് വേണമെന്നുണ്ട് ഇവിടെ നിൽക്കണേ ഗൈസ്. അത്യാവശ്യം ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്നും പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഓരോ സാധനം വെച്ച് വാങ്ങിച്ച് എവിടെയെങ്കിലൊക്കെ വരാൻ നേരത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കുമ്പോൾ ഒരു അല്ല എല്ലാവർക്കും ഇങ്ങനെയല്ല, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വാങ്ങിച്ചെടുക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് സാധനം, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു മെമ്മറി വരും. ഷോപ്പിംഗ് ഫുൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോവാണ്. നമ്മൾ റൂം ഇതുവരെയും കണ്ടിട്ടില്ല, അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ റൂമൊക്കെ സെറ്റായിട്ടുണ്ടാവും. സോ ടയേർഡാണ്, എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം, നല്ല ടയേർഡാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:45 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമ്മളവിടെ പെട്ടെന്ന് ഇരുട്ടായിട്ടുണ്ടാവില്ല, ഇവിടെ നല്ല കംപ്ലീറ്റ് ഇരുട്ടായിട്ടുണ്ട്.
പിന്നെ എൻ്റെ കേസ് തണുപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാറാണ് ഏറ്റവും കൂടുതൽ തണുപ്പെന്ന്. പക്ഷേ പിള്ളേരുന്നായിട്ട് ഇന്നലെ ഇവിടെ വരാൻ പറ്റില്ല, അത്ര തണുപ്പ്. എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിൽക്കാൻ പറ്റില്ല. സോ നിങ്ങളെ വന്നിട്ട് റൂമൊന്നും കാണിച്ചിട്ടില്ല. ആക്ച്വലി ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ് അല്ലേ വെച്ചാൽ, ഇവൻ ഒരു ഫുൾ അപ്പാർട്ട്മെന്റ് ആണ്. ഫാമിലി ആയിട്ടാണെങ്കിലും ഏതൊരു കാറ്റഗറി ആൾക്കാർ വന്നാലും നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സൂപ്പർ വ്യൂ ഉള്ള ഒരു എന്താ പറയാ, നല്ലൊരു പ്രൈവസി ഉള്ള സ്പോട്ടാണ്. അതെ, ഊട്ടിൽ അത്യാവശ്യം കുറച്ച് ബിസി ഏരിയ ആണ് കൂടുതലും. നമുക്ക് കോട്ടേജ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ചുറ്റും അതൊക്കെ ഫുൾ ഇങ്ങനെ ശൂന്യമായിട്ട് ഇറങ്ങണം. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ലൈറ്റ്സ്. കാരണം ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ റിയൽ വ്യൂ എന്ന് പറയുന്നത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആണ്. ഇവൻ നൈറ്റ് ആയിട്ട് പോലും. സോ മോർണിംഗ് വ്യൂ ഞാൻ എക്സൈറ്റഡ് ആണ്. പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ക്യാരറ്റ് കൃഷിയാണ് നമ്മുടെ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു, അങ്ങനെയല്ലേ പറയണം. കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഡിഫറെൻറ്റ് റൂംസ് ആണ് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ. ഇങ്ങനെ വരുമ്പോൾ ഒരു ലിവിങ് ഏരിയ പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ 4-5 റൂംസ് ഉണ്ട് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ. 1-2 മേളിലാണ് 2 റൂംസ്. സോ ഇത് ലിവിങ് ഏരിയ ഫോർ എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ലിവിങ്. കാരണം റൂം ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചിൽ ഔട്ട് ചെയ്യാം. സോ പുറത്തും ചിൽ ഔട്ട് ചെയ്യാം കേട്ടോ. ആൻഡ് ദെൻ ഇവിടെ ഒരു റൂമുണ്ട്. ആൻഡ് ദെൻ ഓൾസോ ഈ റൂമിലേക്ക് കയറുമ്പോൾ ഒരു കിച്ചൺ ഉണ്ട്. ഈ ഒരു കിച്ചൺ സ്പേസ് ആണ്, ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് സാർ. ഇവൻ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇവൻ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ കിച്ചൺ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമുക്കിവിടെ അതിനുള്ള സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കുക്കിംഗ് ചെയ്യാനുള്ള സംഭവം സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഇൻഡക്ഷൻ കുക്കറൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അതിൽ കുളിക്കാം. വാഷിംഗ് സ്പേസ് ഉണ്ട്. ഈവൻ അവിടെ കബോർഡ് സ്പേസ് ഉണ്ട്. ഫുള്ളും പുറത്തുനിന്ന് കാണുന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു കബോർഡ് സ്പേസ് ഉണ്ട്. വീടിന്റെ പോലെ വീട്ടിൽ വന്നിട്ട് യൂസ്ഡ് ആവണ പോലെ തന്നെ നമുക്ക് തോന്നുള്ളൂ. കാരണം അമ്മമാരൊക്കെ ഇട്ട് വരാൻ നേരത്ത് ഒരു കിച്ചൺ കാണുമ്പോൾ അവർക്കൊരു സമാധാനമുണ്ട്. ആ ഒരു ഫീൽ ഉണ്ട്. എനിക്ക് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കിച്ചൺ ഉണ്ടല്ല. ഓക്കെ, കാരണം വീടല്ല എന്നാൽ പോലും. ആൻഡ് ദെൻ ഇതൊരു റൂമാണ്. ഈ റൂമാണ് നമുക്ക് വന്നേക്കുന്നത്. ഒരു നോർമൽ ഒരു എന്താ പറയുക ഹോട്ടൽ റൂം ലുക്ക്. ആൻഡ് ദെൻ ഓൾസോ ഇതിൻ്റെ ഉള്ളിലായി റൂമിൻ്റെ ഉള്ളിട്ട് വന്ന ഈ ഏരിയ ആണ് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഒരു പക്കാൻ നല്ല സെറ്റായിട്ടുള്ള ഒരു റൂമാണ്. ഒരു കോട്ടുണ്ട്. അതിൻ്റെ ഓൾസോ നമുക്കൊരു കബോർഡ് പോലെ ഉണ്ട്, ഒരു ടേബിളുണ്ട്, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇതാണ് ഒരു റൂം എന്ന് പറയുന്നത്. റൂം എനിക്ക് ഇവിടെ വന്ന റൂംസ് സ്പെൻഡ് ചെയ്യുന്നത് കപ്പിൾസ് ആയിരിക്കും കൂടുതൽ ചെയ്യാം. സ്റ്റേ പോകുന്ന നേരത്ത് 2 റൂംസും കൂടെ ഉണ്ട്. അതാണ് ഇവർ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പുറത്തുനിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ മോർണിംഗ് കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഇപ്പം പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പം ഇങ്ങനെ വന്ന് നമ്മൾ പിന്നെ ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. അവിടെ പിന്നെ ക്യാമ്പ് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്ത് തരും. അതിൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കാം നമുക്ക്. കാരണം ഇവിടെ ഇരുന്ന് ബോറടിക്കുന്ന ആൾക്കാർക്ക് പുറത്തും പോകാം. പുറത്തൊക്കെ ഈ തണുപ്പത്ത് ആരും ഇറങ്ങുന്ന പറയുന്നത് എനിക്ക് എന്താ കണ്ടിട്ട് ചെയ്യാം. പിന്നെ ഓക്കെ, നമ്മളിപ്പോൾ അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ പോയിട്ട് വന്നിട്ട് കിടന്ന് ഉറങ്ങണമായിരുന്നു. കാരണം ഞങ്ങൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങിയത്. ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് അത്യാവശ്യം ഞങ്ങളുടെ വീഡിയോസൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ടൈമായി. ഇപ്പോഴാണ് ചായ കുടിക്കാൻ പോകണം. നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ 4 മണിക്ക് ഷാർപ്പ് ചായ അടിക്കുന്ന ആൾക്കാരാണ്. ഇനി ചായ കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോയി നോക്കാം. ഇവിടെ ആ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചായ കോഫി കുടിച്ചോണ്ടിരിക്കുന്നത്. നല്ല കോഫിയായിരുന്നു. അപ്പൊ നമ്മള് ചായ കുടിച്ച് സാധാരണ ചായ 4 മണിയാണ്. പക്ഷെ നമ്മളൊരു 6-7 മണിയാകുമ്പോൾ ചായ കുടിച്ചു. പക്ഷെ ഇവിടെ ഈ സമയത്തൊക്കെ ചായ കുടിച്ചാലും എഫക്റ്റീവ് ആണ്. കാരണം ഭയങ്കര തണുപ്പായിരുന്നു. ചായ ജസ്റ്റ് കുടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അല്ലേ ചായ തണുക്കായിരുന്നു. പിന്നെ നമ്മള് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ വന്നപ്പോ തൊട്ട് ഫീൽ ചെയ്താണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥലം തെറ്റും. ഞങ്ങൾ വേറെ ഏതോ റൂട്ടിലോട്ടൊക്കെ വീണ്ടും പോകും. ഈ ചായൻ്റെ അടുത്ത് ഞാനൊരു വഴി പറയും, ഈ ചായ വേറൊരു വഴി പറയും. ലാസ്റ്റ് ടൈം പോയി പറഞ്ഞു ഈ പ്രാവശ്യം എന്തായാലും വഴി തെറ്റില്ലെന്ന് പറഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം തെറ്റി. പിന്നെ ഗൂഗിൾ മാപ്പ് അറിയാമല്ലോ, തെറ്റിക്കാത്ത വഴി ഒന്നും കൂടെ തെറ്റിച്ച് തരും. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്തിയിട്ടാണ് ഇവിടെ തന്നെ. ഒരുപാട് പോയില്ല, നമ്മൾ ഈവനിങ് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം കറങ്ങി. കാരണം വന്ന വഴി തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു. കൺകെട്ടാണെന്നൊക്കെ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇവിടെ പിന്നെ അത്യാവശ്യം നേരത്തെ. പക്ഷേ ഇവിടുത്തെ ഈ വ്യൂ പ്ലസ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആടെ നല്ല രസമുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. നമ്മുടെ ഡിന്നർ കഴിഞ്ഞു. കാരണം ഇവിടെ നേരത്തെ ഫുഡ് കഴിച്ചാൽ തിന്നാണ്ടി പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. കാരണം ഇവിടെ നേരത്തെ എല്ലാം ക്ലോസ് ചെയ്യും. സോ ഇപ്പം നമ്മൾ ഈ കോട്ടേജ് എടുക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു കെയർ ടേക്കറിൻ്റെ അടുത്ത് അഡ്വാൻസ് ആയിട്ട് ഫുഡിൻ്റെ കാര്യം പറഞ്ഞു വെക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ മേടിച്ചിട്ടുണ്ടെങ്കിലും വരിക കഴിക്കണവരാണെങ്കിൽ ഇത്രയെങ്കിലും ആട്ടെ ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. വീഡിയോക്ക് ഇന്നത്തെ കവർ ചെയ്ത് കഴിഞ്ഞു.
അല്ലേ? ഇപ്പൊ സൈക്കോട്ടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ചങ്ക് ഇങ്ങനെ പൊട്ടണ ഫീലുണ്ടായിരുന്നു അവരുടെ ശബ്ദം കേട്ടപ്പോൾ. ഫസ്റ്റ് ടൈമാണ് നൈറ്റ് ഇങ്ങനെ അവർ രണ്ടുപേരെയും കാണാണ്ട് ഒരു നൈറ്റ് ഫസ്റ്റ് ആണ് അല്ലേ? അപ്പൊ അതിന്റെ ഒരു സങ്കടം ഉള്ളിൽ ഇങ്ങനെ പൊടിക്കിടക്കുന്നുണ്ട്. എന്താവും എന്നുള്ളത്. പക്ഷെ രാത്രി എന്താണെങ്കിലും ഞാൻ ഈ റൂട്ട് ട്രാവൽ ചെയ്യില്ല, അത് ഞാൻ ഉറപ്പാണ്. കാരണം കാട്ടുപോത്ത്, കാട്ടാന, ഇല്ല ഞാൻ വരത്തില്ല നൈറ്റ്. എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് ആ കാര്യത്തിൽ നല്ല പേടിയാണ്, ഞാൻ വരത്തില്ല. ആക്ച്വലി ഗൈസ് ഇനി നമുക്ക് നാളെ മോർണിംഗ് കാണാം. ഇനി ഞങ്ങൾക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അത്ര തണുപ്പാണ്. കാരണം ഇതൊരു ജസ്റ്റ് ഓൾറെഡി ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഈ ഊട്ടിയുടെ. അതിനെക്കാട്ടും ഏറ്റവും ഹൈറ്റുള്ള സ്ഥലത്താണ് ഈ റിസോർട്ട് അല്ലേ ചെയ്യാ. അപ്പൊ അതിന്റെ ഒരു തണുപ്പ് വേറെ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, റൂമൊക്കെ ഉടുക്കുന്ന തണുപ്പാണ്. ഊട്ടിയൊക്കെ പോയി അടിച്ച് പൊളിക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരെ എന്തായാലും ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുക ലൈഫ്. സോ നിങ്ങൾ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൻ ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങാം. അതന്നെ, ഈ വീഡിയോന് ഒരു 500 ലൈക്ക് അല്ലെങ്കിൽ 1000 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് ഗൈസ്. ഞാൻ 500. 1000. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫസ്റ്റ്, ആൻഡ് ദെൻ വീഡിയോ കണ്ടു തുടങ്ങുക. ഈവൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ട്രാവലിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊള്ളാം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഊട്ടി ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ ഊട്ടി എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതെ, ബൈ.